നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുടയിൽ UDF കൊടുങ്കാറ്റ്, വൻമരങ്ങൾ കടപുഴകി. കാൽനൂറ്റാണ്ട് തികച്ച ഭരണത്തിന് വീണ്ടും തുടർച്ച. കഴിഞ്ഞ 25 വർഷം തുടർച്ചയായി ഭരണം കൈയാളുന്ന UDF പൂർവാധികം ശക്തിയോടെ 43-ൽ 22 സീറ്റുകളും തൂത്തുവാരി തങ്ങളുടെ ഉരുക്കുകോട്ട ഉറപ്പിച്ചു. നഗരത്തിലെ തകർന്ന റോഡുകൾ, ടൗൺ ബാങ്ക് പ്രശ്നം, കാൽനൂറ്റാണ്ടിന്റെ UDF ഭരണ അരക്ഷിതത്വങ്ങൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെ UDF-നെതിരെയുള്ള ആരോപണങ്ങൾ വോട്ടാക്കി മാറ്റാമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷയ്ക്കാണ് മങ്ങലേറ്റത്. കഴിഞ്ഞ തവണ 41-ൽ 16 സീറ്റിൽ വിജയിച്ച LDF-ന് ഇക്കുറി 12 സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. NDAയും 8-ൽ നിന്ന് 6 കുറഞ്ഞു. ഇപ്പോൾ വിജയിച്ച 3 സ്വതന്ത്രന്മാരിൽ 2 പേർ UDF അനുഭാവികളും ഒരാൾ LDF സ്വതന്ത്രയുമാണ്. അതോടെ ഭരണപക്ഷത്തിന് 24 പേരുടെ പിന്തുണയാകും. 43 വാർഡുകളിലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ 24 ഇടങ്ങളിൽ LDF 2ാം സ്ഥാനത്തും 11 വാർഡുകളിൽ NDA 2ാം സ്ഥാനത്തും തേരോട്ടം നടത്തിയതായി കാണാം. ടൗൺ ബാങ്കിലെ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷം വിവാദമുനമ്പത്ത് കയറ്റിയ MP ജാക്സന്റെ ശക്തമായ തിരിച്ചുവരവാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. നഗരസഭാ ചെയർമാനാവുമെന്ന് ഉറപ്പുള്ള MP ജാക്സൺ LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാർട്ടിൻ ആലങ്ങാടിനേക്കാൾ 28 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയം ഉറപ്പിച്ചത്. വാർഡിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടന്നതെന്നാണ് NDAയുടെ വോട്ട് നിലയും സൂചിപ്പിക്കുന്നത്. ഭൂരിപക്ഷം നേടിയാൽ ചെയർമാൻ സ്ഥാനത്തേക്ക് വരേണ്ടിയിരുന്ന CPM നേതാവ് ശ്രീലാലിനെ 20 വോട്ടുകൾക്ക് NDAയുടെ TK ഷാജു തോൽപ്പിച്ചത് കാലങ്ങളായി LDF-ന്റെ ചുവപ്പുകോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന വാർഡിലാണ്. കൗൺസിലറായിരുന്ന വാർഡിൽ വീണ്ടും അംഗത്തിനിറങ്ങിയ BJP മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ആർച്ച അനീഷിനെ 236 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് UDF-ന്റെ ബൈജു കുറ്റിക്കാടൻ തറപറ്റിച്ചത് BJP കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. കടുത്ത മത്സരം നടന്ന വാർഡ് 27 കാരിക്കുളങ്ങരയിൽ വിജയിച്ച മുൻ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ BJPയുടെ നിലവിലെ പാർലമെന്ററി പാർട്ടി നേതാവായ സന്തോഷ് ബോബനെ അടിയറവ് പറയിച്ചത് 33 വോട്ടിനാണ്. മുനിസിപ്പൽ ഹോസ്പിറ്റൽ വാർഡിൽ UDF സ്ഥാനാർത്ഥിയുമായി ഏറ്റുമുട്ടിയ വിമത സ്വതന്ത്ര സ്ഥാനാർത്ഥി സുജ ബിജു അക്കരക്കാരനേക്കാൾ 66 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് വിജയിച്ച UDF സ്ഥാനാർത്ഥി മാഗി വിൻസെന്റ് പള്ളായി നേടിയത്. UDF-ന്റെ തന്നെ മറ്റൊരു വിമതൻ ജോസഫ് ചാക്കോ അംഗത്തിനിറങ്ങിയ വിജയക്കൊടി പാറിച്ച വാർഡ് 18 ചന്തക്കുന്നിൽ ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും 3 അക്കത്തിലേക്ക് പോലും തങ്ങളുടെ വോട്ട് നില ഉയർത്താൻ സാധിച്ചില്ല. 359 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 458 വോട്ടുകൾ നേടിയാണ് ജോസഫ് ചാക്കോ നഗരസഭയിലേക്കുള്ള തന്റെ വരവറിയിച്ചത്. ഇരിങ്ങാലക്കുട നഗരസഭയിൽ തന്നെ ഏറ്റവും അധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും ജോസഫ് ചാക്കോ തന്നെ. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയവരുടെ കണക്കുകൾ പരിശോധിച്ചാൽ 2ാം സ്ഥാനത്ത് വാർഡ് 9 കുഴിക്കാട്ടുകോണത്ത് വിജയിച്ച LDF-ന്റെ KV അജിത് കുമാർ ആണ്. 338 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അജിത് കുമാർ തന്റെ എതിരാളിയെ മുട്ടുകുത്തിച്ചത്. കടുത്ത പോരാട്ടം നടന്ന വാർഡ് 26 കൊരുമ്പശ്ശേരിയിൽ UDF-ന്റെ നീതു സാംസനെ വെറും 3 വോട്ടുകൾക്കാണ് NDAയുടെ ആര്യ സുമേഷ് തോൽപ്പിച്ചത്. കണക്കുകളിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് ഭൂരിപക്ഷവും ഇതാണ്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആളൂർ പഞ്ചായത്ത് ഒഴികെ മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളും ചുവന്നു തന്നെ. ആളൂരിൽ 17 സീറ്റുകൾ UDF-ഉം 6 സീറ്റുകൾ LDF-ഉം 1 സീറ്റ് NDAയുമാണ് നേടിയത്. കാറളം പഞ്ചായത്തിൽ 8 സീറ്റുകൾ നേടി LDF ഭൂരിപക്ഷം ഉറപ്പിച്ചപ്പോൾ 2ാം സ്ഥാനത്ത് 6 സീറ്റുകൾ നേടി NDA ആണുള്ളത്. കാട്ടൂരിൽ താമര വിരിഞ്ഞില്ല. LDF 10-ഉം UDF 5-ഉം സീറ്റുകൾ വീതം നേടി. മുരിയാട് പഞ്ചായത്തിൽ 11 സീറ്റുകൾ LDF-ഉം 5 സീറ്റുകൾ UDF-ഉം 1 സീറ്റ് NDAയും കരസ്ഥമാക്കിയപ്പോൾ
പടിയൂർ പഞ്ചായത്തിൽ 7 സീറ്റുകൾ LDFും 5 സീറ്റുകൾ NDAയും 3 സീറ്റുകൾ UDFും സ്വന്തമാക്കി. പൂമംഗലത്ത് 8 സീറ്റുകളിൽ LDFും 4 സീറ്റുകളിൽ UDFും 1 സീറ്റിൽ NDAയും 1 സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയമുറപ്പിച്ചു. വേളുക്കര പഞ്ചായത്തിൽ 12 സീറ്റുകളാണ് LDF സ്വന്തമാക്കിയത്. 6 സീറ്റുകൾ UDFും 1 സീറ്റ് NDAയും സ്വന്തമാക്കി. ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 11 സീറ്റുകൾ നേടി തന്റെ പ്രമാദിത്വം തുടരുകയാണ്. UDFന് 2 സീറ്റുകളും NDAക്ക് 1 സീറ്റുമാണ് നേടാനായത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലും LDF തന്നെയാണ് തേരോട്ടം നടത്തിയത്. 12 സീറ്റുകളിൽ LDF നിലയുറപ്പിച്ചപ്പോൾ 2 സീറ്റുകൾ മാത്രമാണ് UDFന് സ്വന്തമാക്കാനായത്. നഗരസഭയെ ഉരുക്കുകോട്ടയാക്കി UDF. നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച് UDFന്റെ വിജയാഹ്ലാദ പ്രകടനം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.
ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL Medilab, empowering health near Altara, opposite Village Office, Iringalakkuda, from the House of ICL. To Line, weaving stories around you. To Line Designer Studio, creations made from the heart.